സ്വിംഗ് ട്രേഡിങ് മാത്രമല്ല, മെയിനായിട്ട് എനിക്ക് വർക്ക് ക്യാപ്പിൽ തോന്നിയത് പേഴ്സണൽ ഫിനാൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മോട്ടീവായിട്ട് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 17-18 വയസ്സുള്ള കുറേ പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ടുണ്ടാക്കിയ എൻ്റെ സേവിങ്സും എൻ്റെ വെൽത്തും അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ബാക്കപ്പ് ചെയ്ത് പോകുന്നത്. വർക്ക് ക്യാപ്പിൽ വന്നതിന് ശേഷം ഞാനൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി നമ്മൾ ഡിസിപ്ലിൻ ആവുക എന്നുള്ളത് നമ്മുടെ ഹെൽത്തിനെയും പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തിനെയും വല്ലാതെ എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു വൈഷ്ണവ്, കോഴിക്കോട് തന്നെയാണ് വീട്. ഗ്രാജുവേറ്റ് ആണ്, BSc ഫിസിക്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ, അനിയൻ, പിന്നെ ഗ്രാൻഡ് പാരൻസ്. അല്ല, അത് ആക്ച്വലി കുറച്ച് വലിയ ജേണി പോലെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിന് മുന്നേ ആക്ച്വലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പറഞ്ഞ പണിയല്ല എന്നുള്ളത്. കാരണം സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, പക്ഷേ ഒരു 9:50 മുതൽ 3 വരെ നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ്, നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള ഒരു ചാൻസ് കിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. സോ അത് എൻ്റെ ഹയർ സ്റ്റഡീസിനാണെങ്കിലും ഞാൻ ഈ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലും ഒന്നും അത് നടക്കുന്ന കാര്യമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു വർക്ക് ക്യാപ്പ് മുന്നിലേക്ക് വരുന്നതും സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാവുന്നത്. ബേസിക്സ് ഒക്കെ അറിയായിരുന്നു, അങ്ങനെയാണ് വരുന്നത്. ശരി ശരി ശരി. പഠിക്കുന്ന ടൈം ഞാൻ 2023 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ആ ഒരു ഗ്യാപ്പ് ടൈമിലായിരുന്നു ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ പഠിക്കുന്നത്, പേപ്പർ ട്രേഡിംഗ് ഒക്കെ തുടങ്ങി, സ്ട്രാറ്റജീസ് ഒക്കെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഇരുന്ന് നോക്കി, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ആ ടൈമിൽ ഞാൻ ഫ്രീ ആയതിനെ കൊണ്ട് എനിക്ക് ഇരിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. എന്നാലും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഒരു റോളർ കോസ്റ്ററാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുമ്പോഴൊക്കെ വരുന്നത്. സോ അത് എനിക്ക് ആ ടൈമിൽ കുറച്ച് സ്ട്രെസ്ഡായിട്ട് തോന്നി. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തിനേയും പോയി കഴിഞ്ഞാൽ ഞാൻ ഈ സ്കില്ല് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും കംപ്ലീറ്റ്ലി. സോ അതിനെക്കാട്ടും നല്ലത് വേറെ എന്തെങ്കിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ സോ അതിന് പോവാന്നുള്ള അതിങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഞാൻ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മറ്റൊരു സ്ഥാപനങ്ങളും അത് മുന്നോട്ട് വെക്കുന്നില്ല. ആക്ച്വലി ഞാൻ പല സ്ഥലത്തും പോയി അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാവരും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇൻട്രാഡേ, അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവരും. അത് ആർക്കൊക്കെ അത് പറ്റും എന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. ആക്ച്വലി എനിക്കറിയുന്ന തന്നെ കുറേ പേര് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കത് പറ്റുന്നില്ല. ഈ ഒരു വർക്കിംഗ് ടൈം ആണല്ലോ ഈ നമ്മുടെ മാർക്കറ്റ് ടൈം വരുന്നത്. ഞാനിപ്പോൾ ഹൈ എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നാണ് ഒരാഗ്രഹമൊക്കെ ഉണ്ട്. സോ അതിനുള്ള കുറച്ച് ടൈം എടുക്കും പ്ലാനിങ്ങിലാണ്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് സ്റ്റാഫാണ്. പിന്നെ വേറെ 1-2 പരിപാടികളുണ്ട്. അറിയില്ല, ചെയ്യണം എന്നുണ്ട്. എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുണ്ട്. അല്ല, സ്വിംഗ് ട്രേഡിങ് മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള വീക്കെൻഡ് സെഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സെഷൻസ് ഇവിടുന്ന് വരുന്നുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ നല്ല സ്റ്റോക്സുകൾ എങ്ങനെ പിക്ക് ചെയ്യണം എന്നുള്ളത്, അങ്ങനെ കുറേ സെഷൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ പിക്ക് ചെയ്യണം എന്നുള്ളത്, അതൊക്കെ വളരെ ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം സ്വിംഗ് ട്രേഡിങ് മാത്രമല്ല, മെയിനായിട്ട് എനിക്ക് വർക്ക് ക്യാപ്പിൽ തോന്നിയത് പേഴ്സണൽ ഫിനാൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മോട്ടീവായിട്ട് എനിക്ക് തോന്നിയത്. ട്രേഡിങ് ചിലപ്പം അത് പറ്റാത്തവരും ഉണ്ടാവല്ലോ, പക്ഷേ പേഴ്സണൽ ഫിനാൻസ് എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ആരും അവെയർ അല്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 2023 ഗ്രാജുവേറ്റ് കഴിഞ്ഞത്. ഇപ്പോൾ 2025 ആവാനായി. സോ ഒരു ശരിക്കും പറഞ്ഞാൽ വീട്ടിലും നാട്ടിലൊക്കെ പറഞ്ഞ ഒരു ഹാർഡായിട്ടുള്ള ടൈം തന്നെയാണ്. നമുക്ക് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 17-18 വയസ്സുള്ള കുറേ പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ടുണ്ടാക്കിയ എൻ്റെ സേവിങ്സും എൻ്റെ വെൽത്തും അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ബാക്കപ്പ് ചെയ്ത് പോകുന്നത്. ഞാൻ വീട്ടുകാരോട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാരോടും കടം ചോദിക്കുന്നതോ ആയിട്ടുള്ള, അത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇനിയും എൻഹാൻസ് ചെയ്യണം എന്നുള്ളതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പെർ ക്യാപിലായാലും ഇനി വേറെ എവിടെ നിന്ന് സോഴ്സ് കിട്ടിയാലും ഞാൻ പഠിക്കാൻ അതിനെക്കുറിച്ച് തയ്യാറാണ്. അല്ല, എനിക്ക് എന്താണെന്നറിയില്ല, എന്താണെന്ന് അത് പ്രത്യേകിച്ചൊരു കാരണം എന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പെൻസസ് എനിക്ക് മീറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു തോട്ട് പണ്ട് മുതലേ ഉള്ളിലുണ്ടായിരുന്നു. സോ
അങ്ങനെയായിരുന്നു ഇങ്ങനെ ഓരോ പാർട്ട് ടൈം ജോബിനുള്ള കാര്യങ്ങൾ. പെർ ക്യാപ്പ് ആണ് കൂടുതലും. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെർ ക്യാപ്പിൽ വന്നതിന് ശേഷം ഞാനൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ വേറൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു RD ഉണ്ട്, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ പെർ ക്യാപ്പിൽ വന്നതിനെ കൊണ്ടാണ്. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടും പിന്നെ ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് ടെക്നിക്കലി ഉള്ള അനാലിസിസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് പാസീവായിട്ടുള്ളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്. സോ അതൊക്കെ പെർ ക്യാപ്പിൻ്റെ പങ്കതിൽ വലുത് തന്നെയാണ്. 50K എനിക്ക് തോന്നുന്നൊരു 10K അബോവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫൈനാൻഷ്യലി നമ്മൾ ഡിസിപ്ലിൻ ആകുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങളിൽ ഡിസിപ്ലിൻ ആകുമെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ അത് ഒരു പുറത്ത് പോയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസസും അവിടെ നമ്മൾ ഇപ്പം നമ്മളൊരു ജങ്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക ഫണ്ടാണ് നമ്മളവിടെ ചിലവഴിക്കുന്നത്. അത് നമ്മുടെ ഫൈനാൻഷ്യലി ഉള്ള പ്രശ്നം മാത്രമല്ല, നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാമെന്ന് മാത്രമല്ല നമ്മുടെ ഫുഡിനെയും ബാധിക്കും. അപ്പം അതുപോലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കൃത്യമായി എഴുതി വെച്ചിട്ടും കൃത്യമായിട്ടുള്ള ട്രാക്ക് ചെയ്തിട്ടും എനിക്കത് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫൈനാൻഷ്യലി നമ്മൾ ഡിസിപ്ലിൻ ആവുക എന്നുള്ളത് നമ്മുടെ ഹെൽത്തിനെയും പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തിനെയും വല്ലാതെ എന്താ പറയുക എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി പാരൻസിന് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല, അമ്മക്കറിയാം. ലൈക്ക് ഞാനിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതിനെ കൊണ്ടൊക്കെ കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അടച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മെയിനായിട്ട് വീട്ടുകാർ കാണുന്നത് ഞാൻ ചില ടൈമിൽ ഗ്രാഫുകളുടെ മുമ്പിലിരിക്കുന്നതും ചില ടൈമിൽ നമ്മളെ ടെക്നിക്കലി ഉള്ള അനലൈസിസ് ഒക്കെ ചെയ്യുമ്പം അമ്മ വന്ന് ചോദിക്കും നീ ഇതാണോ പരിപാടി എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡൗട്ടുണ്ട്. അത് ചിലപ്പം പേടിയായിരിക്കും. പക്ഷേ ഇപ്പം ഒരു 6-7 months ആയല്ലോ ഞാനിവിടെ വന്നിട്ട്. അപ്പം അതിനുശേഷം എനിക്ക് കൂടുതലും അമ്മനോടാണ് സംസാരിക്കാൻ വേണ്ടി. അമ്മയെ തന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒന്ന് എഡ്യൂക്കേറ്റഡ് ആക്കാൻ നോക്കുന്നുണ്ട്. അതിനമ്മ ഓക്കെ അമ്മ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ടും സ്റ്റോക്സിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. സോ ഓക്കെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് അമ്മ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. കഴിയുന്നതും നേരത്തെ തന്നെ ഇതിലേക്ക് വരിക എന്നുള്ള, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, നല്ല സ്റ്റോക്സ് എടുക്കുക. കാരണം അത് ലോങ് ടേമിൽ എനിക്ക് തോന്നുന്നു 99.9% ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു 20-25 ഉള്ളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവരൊക്കെ അത് ഞാൻ വായിച്ചെടുത്തോളം കേട്ടെടുത്തോളമൊക്കെ അത് മാർക്കറ്റ് എത്രത്തോളം ക്രാഷ് ചെയ്താലും ഏതൊക്കെ കൊല്ലം ക്രാഷ് ചെയ്താലും ഒരു 20 above years ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ, അത് വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ, പക്ഷെ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്കുള്ള കോർപ്പസ് ഇപ്പം നമുക്ക് വിചാരിക്കുന്നതിന് അപ്പുറമാണെന്നാണ് കേട്ടത്. സോ ഇപ്പോൾ എൻ്റെ അനിയനായാലും വേറെ ആരെങ്കിലും എനിക്കങ്ങനെ പറയണമെന്ന് തോന്നിയാലും ഏറ്റവും ഏർലിയസ്റ്റ് പോസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക, സ്റ്റോക്സിലേക്ക് വരിക. ട്രേഡിംഗ് അല്ല, ആക്റ്റീവ് ട്രേഡിങ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ പൊട്ടൻഷ്യൽ സ്റ്റോക്കുകൾ കുറേ ഉണ്ട് നമ്മുടെ ചുറ്റും, സ്മോൾ ക്യാപ്പായിട്ടും മിഡ് ക്യാപ്പായിട്ടും ലാർജ് ക്യാപ്പായിട്ടും എല്ലാം. സോ അതിലൊക്കെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഭാവിയിലൊരു അബോവ് 40 അല്ലെങ്കിൽ 50s നമുക്കത് വലിയൊരു ബെനിഫിറ്റ് തന്നെ തരും. ഒരിക്കലില്ല. അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ മെയിനായിട്ട് ബൈയിങ്ങിൻ്റെ പാർട്ടിലാണ്. സെല്ലിങ് നമ്മൾക്കൊന്നും വിചാരിക്കാൻ, അത് ട്രേഡിങ് അറിയുന്നവർക്ക് അറിയാം. അപ്പം ബൈയിങ്ങിൻ്റെ പാർട്ടിലായാലും നമുക്ക് ഹ്യൂജായിട്ടുള്ള വാഷ് ഔട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാപിറ്റലൊക്കെ ചിലപ്പോൾ 20K ഒക്കെ യൂസ് ചെയ്തിട്ട് 20K ചിലപ്പോൾ ഒരു 5 minutesലൊക്കെ ഇല്ലാണ്ടാകുന്നതൊക്കെ കാണാൻ പറ്റും. ഞാനത് ഡയറക്റ്റ് എനിക്കതങ്ങനത്തെ എന്താ പറയുക ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ പേപ്പർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 1000 rupees ഒക്കെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല നമുക്ക് അപ്പോൾ വരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ടൈമിൽ വരുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ചിലപ്പോൾ കിട്ടുന്നുള്ളൂ. അതിൽ നമുക്ക് ചിലപ്പോൾ നല്ല റിവാർഡൊക്കെ കിട്ടും. പക്ഷേ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇരുന്നാലേ, വേറൊരു പണിക്കും പോകാതെ ഇരുന്നാലേ നമുക്ക് അതിന് പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കേസ് ആണെങ്കിലോ? സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി നമ്മളെ ടെക്നിക്കലി അനലൈസ് ചെയ്ത് വേണമെങ്കിൽ രാത്രി വന്നിട്ട്, ഞാനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് മൊബൈലിൽ നോക്കും, എൻ്റെ അനലൈസ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ച് നോക്കും.
ആൻഡ് പിറ്റേന്ന് രാവിലെ ഒരു 9:15 ആകുമ്പം നല്ല എൻട്രി ആണെങ്കിൽ പുഷ് ചെയ്തിടും. ആൻഡ് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കും എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു ഇഷ്യൂസും അതിൽ വരാനില്ല. അതിൻ്റെ റിസ്ക് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ പ്രോഫിറ്റും നമുക്ക് കുഴപ്പമില്ലാതെ എത്രയോ നല്ല പ്രോഫിറ്റുകളും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നല്ലപോലെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭൂരിഭാഗവും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തരുന്നുണ്ട് നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് പോകുമ്പോൾ. ചിലതൊക്കെ നമ്മൾ വിചാരിച്ച 10% ടാർഗറ്റൊക്കെ നമുക്ക് ഈസിലി കിട്ടുന്നുമുണ്ട്. സോ അത് നിലവിൽ നമുക്കൊരു പ്രശ്നമില്ല. ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ആൻഡ് അതിനുള്ള മെൻ്റൽ സപ്പോർട്ടും എപ്പോഴും കിട്ടുന്നുമുണ്ട്. PMS എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ രാത്രി വർക്കിംഗ് ആണ്. ഞാൻ മെൻ്റൽ സപ്പോർട്ടാണ് കൂടുതലും. പെർ ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ് ആയതിനെ കൊണ്ട് തന്നെ നമുക്കത് ആർക്ക് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. സോ ക്ലാസ്സസ് മാത്രമല്ല, ഞാനിപ്പം ചില ടൈമിൽ എനിക്ക് പറ്റാത്ത ടൈമിലും എനിക്ക് റെക്കോർഡിംഗ് സെഷൻസ് എനിക്ക് വളരെ ഉപകാരമാണ്. ഇപ്പം ഈവൻ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചില ടൈമിൽ ബ്ലാങ്കായി പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റെക്കോർഡഡ് സെഷനിലേക്ക് മടങ്ങിപ്പോയാലും അവിടെ ചെക്ക് ചെയ്യാനൊക്കെ എനിക്ക് പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഈവൻ വീക്കെൻഡ് സെഷൻസിൽ ഇപ്പം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഒരു സെഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള സെക്ഷൻ ആണെങ്കിലും, എമർജൻസി ഫണ്ട് ആണെങ്കിലും, അതിൻ്റെ എല്ലാം റെക്കോർഡർ പ്രൊവൈഡ് ചെയ്യുമ്പം നമുക്ക് പിന്നെയും അത് എടുത്ത് നോക്കി പിന്നെയും ചെക്ക് ചെയ്യാനും, പിന്നെ അത് മാത്രമല്ല മെൻ്റൽ സപ്പോർട്ട് എപ്പോഴും കിട്ടുന്നത് കൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല, നിലവിൽ അങ്ങനെയൊന്നുമില്ല. സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആദിത്യ ബിർള ഒരു PSU ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, അതെ അറിയാം. എൻ്റെ ഫണ്ടമെന്റലി ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പഠിച്ചു വരുന്നത്. ആദ്യമൊക്കെ ഞാൻ മ്യൂച്വൽ ഫണ്ട് നോക്കുമായിരുന്നു, അതിൻ്റെ റിട്ടേൺസ് വെച്ചിട്ടായിരുന്നു നോക്കുക. ഇപ്പോൾ അങ്ങനെയല്ല, അത് മാത്രമല്ല കാര്യം എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത്. ഓൾമോസ്റ്റ് ഒരു 8 months ആയിരുന്നു. 7-8 months. ഇല്ല, നിലവിലില്ല. ഞാനിപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഇനിയിപ്പം എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകത്തിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. സോ അപ്പോൾ അത് വരുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിനൊന്ന് സേവിങ്സ് ആക്കി വെച്ചിട്ട് ഞാൻ നല്ലൊരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് കണ്ടു വെച്ചിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ISDs ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ട്. സോ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലും ചിലപ്പം അങ്ങനെയാണ്. ഞാൻ കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി ജോബിന് പോവുകയാണെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇത്ര ടൈമിലാകുമ്പം ഞാൻ എന്താ പറയുക, റിട്ടയർമെൻറ്റ് വേണം. അത് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്റിൽ നമുക്ക് പറയുന്നൊരു ടൈം ഉണ്ടല്ലോ. സോ അല്ല പ്രൈവറ്റ് സെക്ടർ ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 45-50 ആകുമ്പോഴേക്കും റിട്ടയർമെൻറ്റ് വേണം. അതിനുള്ള കോർപ്പറേറ്റ്സ് ഒക്കെ കണ്ടെത്തണം അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങണം എന്നുള്ളതുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഞാൻ ISDസിലേക്ക് നോക്കുന്നുണ്ട്. എൻ്റെ എന്താ പറയുക, സ്വന്തമായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഈ പ്ലാൻസ് അവിടെ തീർച്ചയായിട്ടും ഒരു ഇൻകം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഒരു ലോങ് ടേമിലേക്ക് നോക്കുക, ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ ആരോഗ്യം ഇല്ലാത്തൊരു ടൈം വരും എന്തായാലും, ഏതൊരു മനുഷ്യനായാലും. പക്ഷേ ആ ടൈമിൽ നമ്മൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതിന് നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മണിയാണ്. സോ അതിന് വേണ്ട വെൽത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ട ടൂൾസ് നമ്മൾ പഠിക്കുക. സോ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് എന്താ പറയുക, സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട്, റിട്ടയർമെൻറ്റ് പ്ലാന്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് വരുന്ന കോണ്ടൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ അങ്ങനത്തെ ഐഡിയാസ് ഉണ്ട് നിലവിൽ. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെൻറ്റേഴ്സ് മാത്രമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ളവരെ അവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും അതെല്ലാം ഇടുമ്പോൾ ഓക്കെ നമ്മളും ചെയ്യണം, നമ്മളെ കൂടെ പഠിച്ചു വന്നവരാണ് ഇവരൊക്കെ. സോ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ബാക്കിലായി പോയി കഴിഞ്ഞാൽ ഓക്കെ അവർ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പോലെ അവർ പോസ്റ്റ് ചെയ്യുന്ന PNLും അവർ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സൊക്കെ കാണുമ്പം ഓക്കെ നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ, അത് നമ്മൾ മിസ്സാക്കരുത്. അവരും മുന്നോട്ട് പോവുകയാണ്, കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള. അപ്പം ആ കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള എല്ലാവരും ഒരു മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓക്കെ ഇനി എന്ത് വേണം സംഭവിക്കുക എന്നുള്ളൊരു അൺസർട്ടനിറ്റി എപ്പോഴും മുന്നിൽ കണ്ടു നിൽക്കുന്നത്. പക്ഷേ അതിന് മുന്നുള്ളൊരു ടൈമുണ്ട്, നമ്മുടെ ഒരു പീക്ക് എനർജി ടൈം എന്നൊക്കെ പറയുന്നത് ഏർലി 20s അല്ലെങ്കിൽ മിഡ് 20s ഉള്ള ടൈമിൽ നമ്മൾ അതിനുള്ള രീതിയിലുള്ള പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ ഇല്ലെങ്കിലും പ്രോപ്പർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണമെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക,
പല കാര്യത്തിനും പുറകെയാണ്. ഫണ്ടും കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ അത് എന്താ പറയുക, ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയാസിന് വേണ്ടിയിട്ടുമൊക്കെ വല്ലാതെ ചിലവഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. സോ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കൊക്കെ ടേൺ അപ്പ് ചെയ്യാനും അത് അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ കാര്യം. കാരണം ഇന്ന് ചിലപ്പം കളിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഫാമിലി ബാക്കപ്സ് ഉണ്ടാവും. നാളെ ചിലപ്പോൾ അവർ CEO പോസ്റ്റിൽ വരെ എവിടെയെങ്കിലും എത്തിയെന്ന് വരാം. പക്ഷെ അവർക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആ കമ്പനി വരെ തകരാൻ അത് മതി. നമ്മൾ ലോട്ടറി അടിച്ചവർ ഒന്നും ഇല്ലാതായി പോയ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കീ പോയിൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി, ഒരു 20-25K സാലറി ഉള്ള ഒരാൾക്ക് അയാൾ എത്രയോ മുന്നേ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയാൽ തന്നെ അയാൾക്ക് കിട്ടുന്നൊരു കോർപ്പസ് എത്രയോ വലുതാണെന്ന് ഞാൻ പണ്ട് മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതൊക്കെ മിസ് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് വരെ ഇപ്പോഴും പലരും ലോണിലാണ്, പല വീടെടുത്തിട്ടും അത് തിരിച്ചടയ്ക്കാനാണ് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഈവൺ തോ അവർ ഒരു സ്റ്റേബിൾ ഇൻകത്തിലാണ്, അവർക്കൊരു പെൻഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും അവർ കടത്തിലാണ്. സോ അത് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു അഭാവം പോലാണ്, വേറൊന്നുമില്ല. ജീവിതം ഫൈനാൻഷ്യലി സ്ട്രെസ്ഫുൾ ആകാതിരിക്കാൻ ലേൺ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് ഫ്രം പെർക്യാപ്.